ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 44 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗം. കർത്താവായ യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ വിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഒരു വിടവാങ്ങൽ സന്ദേശം എന്ന നിലയിൽ അവരെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പന്തകുസ്താ ദിനം വരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കണമെന്ന് അവിടുന്ന് ശിഷ്യന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേമിൽ തന്നെ വസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ പരസ്യ ജീവിതം എന്ന് വെച്ചാൽ ഈശോയെ പ്രഘോഷിക്കുവാനുള്ള വചനപ്രഘോഷണ ദൗത്യം, ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഉദ്യമം. നിന്റെ ജീവിതത്തിൽ നീ തിരഞ്ഞെടുക്കുന്നത് ഉണർവോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് ആത്മീയമായ ഒരുക്കത്തോടെ നടത്തേണ്ട ശുശ്രൂഷയാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വരുന്നവരോട് ഞാൻ സൂചിപ്പിക്കാറുള്ളൊരു കാര്യമുണ്ട്. നിങ്ങളൊരു വ്യക്തിയോടെങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ, നിൻ്റെ കൂട്ടുകാരോട്, പരിചയക്കാരോട്, ആരോടെങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കണമെന്ന് നീ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു ജപമാലയെങ്കിലും ചൊല്ലി പ്രാർത്ഥിച്ച് നീ വ്യക്തിപരമായി ഒരുങ്ങിയിട്ട് വേണം അവനോട് ഈ കാര്യങ്ങൾ പറയാനെന്ന്. ഈശോയുടെ വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട വൈദികരായ ഞങ്ങൾ വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടിയിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് ആ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങുക. നിത്യജീവിതത്തിൽ ഈ ഒരുക്കം നമുക്ക് അനിവാര്യമാണ്. ധ്യാന ശുശ്രൂഷകരോടൊക്കെ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. കുറേ കാര്യങ്ങൾ വിളിച്ചു പറയലല്ല ധ്യാന ശുശ്രൂഷ. കുറേ കാര്യങ്ങൾ, കുറേ ശുശ്രൂഷകൾ നടത്തി തീർക്കലുമല്ല അത്. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രാർത്ഥനയോടെയുള്ള ഒരുക്കത്തിൻ്റെ നാളുകൾ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പന്തകുസ്താ ദിനം വരെ 50 ദിവസം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന ശിഷ്യന്മാരാണ് ശക്തി പ്രാപിച്ച് അവിടുത്തെ ചൈതന്യം കൊണ്ട് നിറഞ്ഞ് വചനപ്രഘോഷണ ദൗത്യവുമായി ഇറങ്ങുന്നത്. അവരുടെ വചനപ്രഘോഷണം ശ്രവിച്ച ദൈവജനത്തിന് മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകുന്നത് അവിടെയാണ്. പേടിത്തൊണ്ടനെ പോലെ ശിഷ്യന്മാരുടെ ഇടയിൽ പോലും എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കാതിരുന്ന പത്രോസ്ലീഹ ശക്തിയോടെ അവനെ പ്രഘോഷിക്കുന്നത് നാം കാണുന്നുണ്ട്. 3000 പേരാണ് പത്രോസിൻ്റെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് മാനസാന്തര അനുഭവത്തിലേക്ക്, ക്രിസ്തു മാർഗത്തിലേക്ക് വരിക. നമ്മുടെ ശുശ്രൂഷകൾ ഫലം നേടണമെങ്കിൽ, ആ ശുശ്രൂഷകൾ അനുഗ്രഹദായകമാകണമെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. മക്കളെക്കുറിച്ച് കരുതലുള്ള മാതാപിതാക്കന്മാർ അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫീസ് ഉണ്ടാക്കി കൊടുത്തു, അവരെ നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ചു, അതൊക്കെ അനിവാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ മക്കൾ പ്രാർത്ഥനാനുഭവത്തിലായിരിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്, ഉണർവോടെ അവർക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ്. മോശയുടെ കരങ്ങൾ ഉയർന്നു നിന്നപ്പോൾ അമ്മോന്യരുടെ മേൽ ഇസ്രായേൽ ജനം ശക്തി നേടിയത്, വിജയം നേടിയത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അവൻ്റെ കരങ്ങൾ വിരിഞ്ഞ് ദൈവസന്നിധിയിൽ ഉയർന്നു നിന്നപ്പോഴാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുണ്ടാവുക അനിവാര്യമാണ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ പങ്കുവച്ച കാര്യം. അവൻ്റെ മകന് ബാംഗ്ലൂരിൽ നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടി, കൂട്ടുകാരുടെ കൂടെ കൂടി അത്യാവശ്യം മയക്കുമരുന്നും തരികിടയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലത്ത്
കൂട്ടുകാർ കൂടി അത്ര നല്ലതല്ലാത്തൊരു പരിപാടിക്ക് കുറേ ദൂരെ ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഈ കുഞ്ഞിന് വളരെ കലശലായ ചങ്കിന് വേദന അനുഭവപ്പെട്ടു. അവനാകെ അസ്വസ്ഥനായി. വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റാത്തവണ്ണം അവൻ അസ്വസ്ഥനായപ്പോൾ അവൻ കൂട്ടുകാരോട് പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്ക്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ വളരെയേറെ അസ്വസ്ഥനാണ്. അതുകൊണ്ട് ഞാൻ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത് കിട്ടുന്ന ബസ്സിന് കയറി പൊക്കോളാം, നിങ്ങൾ യാത്ര തുടർന്നോളൂ. ഇവൻ്റെ അസ്വസ്ഥത അവരുടെ ആവശ്യത്തേക്കാൾ വലുതല്ലാത്തതുകൊണ്ട് അവനെ ഒരു ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അവർ കടന്നുപോയി. അപ്പോഴാണ് അവിചാരിതമായിട്ട് അവൻ്റെ ഫോണിൽ ഒരു കോള് വരിക, അമ്മയുടെ കോൾ. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അമ്മ അല്പം ഉത്കണ്ഠയോടെ അവനോട് ചോദിച്ചു, മോനെ നീ ഇപ്പോൾ എവിടാ? അവൻ പറഞ്ഞു, അമ്മേ ഞാൻ വഴിയിൽ ബസ് കാത്ത് നിൽക്കുക. സത്യം പറ എന്ന് പറഞ്ഞ് അവനെ കൊണ്ട് അമ്മ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ച് വർണ്ണിച്ച് പറഞ്ഞ് കേട്ടു. ആ കുഞ്ഞിനോട് അമ്മ പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരം മുതൽ അമ്മയ്ക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. നിനക്കെന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന എൻ്റെ മനസ്സിൽ ആരോ തന്നു, എൻ്റെ ദൈവം തന്നു. ഞാനിന്ന് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. സമയം കിട്ടിയപ്പോഴൊന്നും ജപമാല താഴെ വെക്കാതെ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ ദേ മോനെ, കുറച്ചുകൂടെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയതുകൊണ്ട് അമ്മച്ചി മുറ്റത്ത് നിന്ന് മണൽ വാരിയിട്ടിട്ട് ആ മണലിൻ്റെ നടുക്ക് നിന്ന് മുട്ടുകുത്തി നിന്ന് നിനക്ക് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ തന്നൊരു കരുത്തുകൊണ്ട് ഒരാശ്വാസം കിട്ടിയപ്പോഴാണ് മോനെ നിന്നെ ഞാനൊന്ന് വിളിച്ചന്വേഷിച്ചത്. നോക്കിയ പ്രിയപ്പെട്ടവരെ, ഒരമ്മ കുഞ്ഞിൻ്റെ ആവശ്യം അറിഞ്ഞ് ദൈവസന്നിധിയിൽ കരങ്ങൾ വിരിച്ചപ്പോൾ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പോലും ആ കുഞ്ഞ് വിമുക്തനാവുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് അനിവാര്യത, അതിനുവേണ്ടി എത്രയോ തീക്ഷ്ണമായിട്ട് ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയൊക്കെ വചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, നിത്യജീവിതത്തിൽ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ, മറ്റുള്ളവർക്ക് തമ്പുരാൻ്റെ വചനം പങ്കുവെച്ച് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു വലിയ ദൗത്യം മറക്കാതിരിക്കുക. ഉണർവോടെ ഒരുക്കത്തോടെ പ്രാർത്ഥിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.